വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി ഉത്തരവിൽ പ്രതിഷേധിച്ച് യുവമോർച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ന്യൂ പവിത്ര കോംപ്ലക്സ്, പവിത്ര ജംഗ്ഷൻ, പുലിയൻമല റോഡ്, കട്ടപ്പന. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി വിധിയിൽ പ്രതിഷേധിച്ചുകൊണ്ടും കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ വരുത്തിയ വീഴ്ചകൾക്കെതിരെയും പ്രതിഷേധിച്ചുകൊണ്ടാണ് യുവമോർച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. BJP പെരിയാർ ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ കവാടത്തിൽ പോലീസ് തടഞ്ഞു. പ്രതിഷേധ മാർച്ചിൽ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് വിഷ്ണു പുതിയടത്ത് അധ്യക്ഷനായിരുന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി P. സുധീർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളം തലകുലിച്ചു നിൽക്കുകയാണ്. പിണറായി വിജയന്റെ നമ്പർ 1 കേരളം ഇന്ന് ലോകത്തിന് മുന്നിൽ അപമാനിക്കപ്പെട്ടു നിൽക്കുന്ന സാഹചര്യമാണ്. വാളയാർ കേസ് എങ്ങനെയാണോ അട്ടിമറിച്ചത്, CPM-കാരായിട്ടുള്ള പ്രതികൾ വാളയാറിൽ 2 പെൺകുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി കൊന്നതിനെ എങ്ങനെയാണോ ആത്മഹത്യയാക്കി മാറ്റി അട്ടിമറിച്ചത്, അതേ മാതൃകയിലാണ് വണ്ടിപ്പെരിയാറിലെ കേസും CPM നേതൃത്വം അട്ടിമറിച്ചിട്ടുള്ളത്. അവർക്കത് പുത്തരിയല്ല. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയായ ഒരു പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി കൊന്നിട്ട്, ബലാത്സംഗം എന്നൊക്കെ പറയുന്ന സമയത്ത് ഞങ്ങൾക്കും വിഷമമുണ്ട്. കാരണം 6 വയസ്സാണ്, പാൽമണം മാറാത്ത പിഞ്ചു കുട്ടിയാണ്. ആ കുട്ടിയാണ് വലിച്ചു കീറി കൊന്ന് കെട്ടിത്തൂക്കിയത് DYFIയുടെ പ്രവർത്തകൻ. ആ DYFIക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പട്ടികജാതി കുടുംബത്തിന് നീതി നിഷേധിച്ചു. കേരളത്തിലെ മുഴുവൻ ദലിത് സമൂഹത്തോടും കൊടിയ വഞ്ചനയാണ് CPM-ന്റെ നേതാക്കന്മാരും ഈ ഗവൺമെന്റും കാട്ടിയിട്ടുള്ളത്. ഏറ്റവും വലിയ ദലിത് വഞ്ചനയാണ്. ഒരു സമൂഹത്തെ മുഴുവൻ അപമാനിച്ചിരിക്കുന്നു, അവഹേളിച്ചിരിക്കുന്നു. എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു, പക്ഷെ ഒരു തെളിവും കോടതിയിലെത്തിയില്ല. എല്ലാ തെളിവും ഉണ്ടായിരുന്നു, ഒരു തെളിവും കോടതിയിലെത്തിയില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ എത്ര രൂക്ഷമായിട്ടാണ് വിചാരണ കോടതി നിരീക്ഷണം നടത്തിയത്. ഇവിടുത്തെ CI സുനിൽകുമാർ, അദ്ദേഹമാണല്ലോ കേസ് അന്വേഷിച്ചത്. അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെ പറ്റി, അദ്ദേഹം തെളിവുകൾ നശിപ്പിച്ചതിനെ പറ്റി കോടതി എത്ര വിശദമായാണ് പറഞ്ഞത്. ഇന്നും ആ ഉദ്യോഗസ്ഥൻ സർവീസിൽ ഇരിക്കുന്നു എന്നുള്ളത് ഈ കേരളത്തിന് അപമാനമാണ്. തുടർന്ന് കേസിൽ അട്ടിമറി നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുവമോർച്ച പ്രവർത്തകർ വീണ്ടും പ്രതിഷേധ സ്വരമുയർത്തി റോഡിൽ കുത്തിയിരുന്നു. പ്രതിഷേധ മാർച്ചിനെ തുടർന്ന് 1 മണിക്കൂറോളം കൊട്ടാരക്കര-ദിണ്ടുക്കൽ ദേശീയപാതയിൽ ഗതാഗത തടസ്സം നേരിട്ടതോടെ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുവാൻ പോലീസ് തീരുമാനിച്ചു. ഇതേ തുടർന്ന് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ശ്രമത്തിനിടെ യുവമോർച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. അറസ്റ്റിനെതിരെ യുവമോർച്ച പ്രവർത്തകർ ദേശീയപാതയിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചതോടെ അറസ്റ്റ് ചെയ്തവരെ പോലീസ് വിട്ടയച്ചു. യുവമോർച്ച ദേശീയ സെക്രട്ടറി P. ശ്യാംരാജ് മുഖ്യപ്രഭാഷണം നടത്തി. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനിൽ ദിനേശ്, സംസ്ഥാന സെക്രട്ടറി അധീന ഭാരതി, BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് C. സന്തോഷ് കുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല, ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോകുൽ ഗോപിനാഥ്, BJP പീരുമേട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അമ്പിയിൽ മുരുകൻ, ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കൃഷ്ണൻ തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു. BJP പെരിയാർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് KT അരുൺ, മഹിളാ മോർച്ച ഭാരവാഹി വിജയലക്ഷ്മി, യുവമോർച്ച ഭാരവാഹികളായ സനീഷ് കോമ്പറമ്പിൽ, വിഷ്ണുരാജ്, സിജോ ചോളമറ്റം, അഭിജിത്ത് വട്ടപ്പാറ, സൗമ്യ PV തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇപ്പോൾ കട്ടപ്പനയിലും. ഡൽഹി, കൊൽക്കത്ത, ബോംബെ, സൂറത്ത്, അഹമ്മദാബാദ്, ഈറോഡ്, തിരുപ്പൂർ
എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതൽ വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു. ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം. മെൻസ് ടീഷർട്ട് 3/4, ഷോർട്സ്, ലേഡീസ് പല്ലാസോ, ലെഗിൻസ് 79 രൂപയ്ക്ക്, ലേഡീസ് കുർത്തി, ടോപ്പ്, ജഗ്ഗിൻസ്, സ്കേർട്ട് 99 രൂപയ്ക്ക്, ലേഡീസ് ടീഷർട്ട് 69 രൂപയ്ക്ക്, ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് 49 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് 99 രൂപയ്ക്ക്, കിഡ്സ് ഷോർട്സ് 19 രൂപയ്ക്ക്, മെൻസ് കാഷ്വൽ ഷർട്ട് 169 രൂപയ്ക്ക്, മാറ്റ് 19 രൂപയ്ക്ക്. ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം. ആദ്യമാദ്യം എത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ്, ന്യൂ പവിത്ര കോംപ്ലക്സ്, പവിത്ര ജംഗ്ഷൻ, പുലിയൻമല റോഡ്, കട്ടപ്പന.